ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഗൈസ്. വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഷറഫുദ്ദീൻ പ്രധാന വേഷത്തിലെത്തുന്ന മധുവിധു എന്ന സിനിമയുടെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. വാ. ജഗദീഷ് കല്യാണി പണിക്കറാണ് നേടി. ഒരു ഫീൽ ഗുഡ് വൈബ് വരുന്നുണ്ട്. അസീസ് വേണ്ട ഒരു റീലൊക്കെ ചെയ്യണം. ഹഷാം അബ്ദുൾ ഹവാൻ മ്യൂസിക്. ജഗദീഷ് ഞങ്ങൾക്ക് വല്ല പ്രതീക്ഷ വേണ്ട. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ജാതി മതമൊക്കെ വേറെ. ഈ വീക്കെൻഡ് അവളുടെ വീട്ടിൽ പോയി സംസാരിക്കും. കണ്ടിട്ട് ഒരു ഫീൽ ഗുഡ് പടം തന്നെയാണ്. കോഫി ഷോപ്പ് ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു ഷറഫുദ്ദീൻ. ആൻഡ് സംഭവം എനിക്ക് വരുന്നത് നസ്രാണി പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന സംഭവങ്ങളിൽ ഉണ്ടാകുന്ന കുറച്ച് ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിചമിക്കുന്ന ഒരു പടമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. മധുവിധു, അതുകൊണ്ട് തന്നെയാണ് ആ പേരെന്നാണ് തോന്നുന്നത്. തെജോടാ പാട്ട് പോലെ കേൾക്കുന്നല്ലേ. ഷറഫുദ്ദീന കോമഡി വേഷങ്ങളൊക്കെ മാസ്ക് കുറെ കാലത്തിന് ശേഷം കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണം. എന്തായാലും ഞാൻ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നു കളിക്കല്ലേ. കുറച്ച് കോമഡി തമാശയിൽ അധികമുള്ള ഒരു പടം തന്നെ ആയിരിക്കും. എല്ലാവരുടെയും കോമഡി ഉണ്ടെന്നാണ്. സായി കുമാറുണ്ട്, മധുവിധു. എന്നോട് എന്റെ കുടുംബത്തിനോട് നിനക്ക് എന്താ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെൻസിബിൾ വിഷയമായിരിക്കും. എടാ, ആഞ്ഞിലിമുട്ടി തറവാട്ടുകാർക്ക് ഭാര്യമാരെ വീട്ടിൽ ചെന്ന് താമസിക്കേണ്ട ഗതികേടൊന്നും ഇല്ല. ആഞ്ഞിലിമുട്ടി 23rd ഏപ്രിലാണ് മധുവിധു റിലീസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് കണ്ട അസീസും ഷറഫുദ്ദീനുള്ള കോമഡി. ഏതോ ഒരു തറവാടിൻ്റെ പേര് പറഞ്ഞിട്ട് വീട്ടിൽ പോയി താമസിക്കാൻ. ഈ ഒരു ഫൺ മോഡിൽ വരുന്ന ഒരു സെൻസിബിൾ ആയ വിഷയം സംസാരിക്കുന്ന ഒരു പടമായിരിക്കും. അതായത് ഇന്റർ കാസ്റ്റ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും കൂടുതൽ വരുന്നത്. അതായത് ഹിന്ദു ചെറുക്കനും ക്രിസ്ത്യൻ പെണ്ണു, അതാണ് ഈ ടോപ്പിക്കായിട്ട് വരുന്നത്. കണ്ടിട്ട് ഒരു നല്ലൊരു, ഇതിനു മുമ്പ് ഇതേ സെയിം ടിപ്പിക്കൽ ഒരു പടം ഷറഫുദ്ദീനുണ്ട്, മധുര അങ്ങനെ ഏതൊരു സിനിമ ഉണ്ട്. അത് അത്യാവശ്യം കണ്ടന്റ് ഒരുക്കേണ്ട ഒരു പടമാണ്. അതും ഒരു ഫീൽ ഗുഡ് പടം തന്നെയാണ്. അതുപോലത്തെ ഒരു സെയിം പാറ്റേൺ അല്ലെങ്കിൽ ഒരു സെയിം ഫീൽ ഗുഡ് മൂഡ് തന്നെയാണ് മധുവിധു കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നത്. മൊത്തത്തിലൊരു നല്ലൊരു ഫൺ മൂഡുള്ള കുറച്ച് നല്ലൊരു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു നല്ലൊരു ട്രെയിലർ തന്നെയാണ് അവർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അസീസ് നെടുമങ്ങാടുണ്ട്, സായി കുമാർ, ജഗദീഷ്, നല്ല ആക്ടേഴ്സൊക്കെ ഉള്ളതാണ്. അസീസും ഷറഫുദ്ദീനും കോംബോയുള്ള ഒരുപാട് കോമഡീസ് ഉണ്ടാവുമെന്ന് തന്നെ ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. ആൻഡ് കല്യാണി പണിക്കർ നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്ക് തോന്നുന്നു സായി കുമാറിൻ്റെ മകളെന്തോ ആണ്. ആൻഡ് ഇൻസ്റ്റഗ്രാമിലെ മോഡലും കാര്യങ്ങളൊക്കെയാണ്. പുള്ളി നായികയായിട്ട് വന്നപ്പോൾ അധികം ആ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. അതായത് അഭിനയിക്കാൻ അറിയുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അത്ര ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. എന്നാലും വിഷ്ണു അരവിന്ദ് ഒരു സെൻസിബിൾ വിഷയം തന്നെ ഒരു ഫൺ മൂഡിൽ ചർച്ച ചെയ്യാനുള്ള ഒരു പുറപ്പാടി തന്നെയാണ്. ചിലപ്പം ആർക്കെങ്കിലുള്ള കൊട്ടും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ തന്നെ കാണും. മൊത്തത്തിൽ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്.